നിഷ്ക്രിയമായ ഭരണകൂടമാണ് നാട്ടിലുള്ളതെന്നും വന്യമൃഗശല്യത്തെക്കാൾ ഭീതിതമായ അവസ്ഥയാണെന്നും ഇടുക്കി രൂപത. കേരളം ഉണരുന്നതും ഉറങ്ങുന്നതും വന്യമൃഗങ്ങൾ നിഷ്ഠൂരമായി ആളുകളെ കൊല ചെയ്യുന്ന വാർത്ത കേട്ടുകൊണ്ടാണ്. കാട് വിട്ട് നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ തുരത്തി കാട്ടിൽ കയറ്റുന്നതിനു പകരം ഭയം കൊണ്ട് തെരുവിലിറങ്ങി നിലവിളിക്കുന്ന സാധാരണക്കാരന്റെ സമരങ്ങളെ അടിച്ചമർത്തുകയും തല്ലിച്ചതക്കുകയും കള്ളക്കേസിൽ കുടുക്കുകയും ചെയ്യുന്ന ഗതികെട്ട നാടായി കേരളം മാറിയിരിക്കുകയാണ്. കപട പരിസ്ഥിതിവാദം വെടിഞ്ഞ് മനുഷ്യന്റെ പക്ഷം ചേർന്ന് നാട് ഭരിക്കുന്ന ഭരണകൂടം ഉണ്ടാകണമെന്ന് രൂപത പ്രസ്താവിച്ചു. തങ്ങളുടെ കൃഷിയിടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ് വന്യമൃഗങ്ങളുടെ ക്രൂരതയ്ക്ക് ഇരയാകുന്നത്. നാട്ടിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇന്ന് ഭയത്തിലാണ് കഴിയുന്നത്. മരണപ്പെടുന്ന ആളുകൾക്ക് 10 ലക്ഷം രൂപ നൽകി കൈ കഴുകുന്ന രീതിയാണ് ഇപ്പോൾ ഭരണകൂടം കാണിക്കുന്നത്. പരിക്ക് പറ്റിയവർക്ക് സഹായം ചെയ്യുന്നതിൽ വലിയ വിമുഖതയും കാണിക്കുന്നുണ്ട്. വന്യമൃഗ ആക്രമണങ്ങളിൽ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ കേരളത്തിൽ പൊലിഞ്ഞത് 12 ജീവനുകളാണ്. വന്യമൃഗങ്ങൾ ആളുകളെ കൊലപ്പെടുത്താൻ വനപാലകർ ഒത്താശ ചെയ്യുകയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 1972 നിയമത്തിന്റെ കുരുക്ക് പറഞ്ഞ് ഭരണാധികാരികൾ തലയുരാൻ ശ്രമിക്കുകയാണ്. ഇനിയും അത്തരത്തിലുള്ള കപട ന്യായീകരണം വില പോകില്ല. ആ നിയമമാണ് പ്രശ്നമെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തേണ്ടത് ജനപ്രതിനിധികളുടെയും ഭരണകൂടത്തിന്റെയും ചുമതലയാണ്. വനത്തിലുള്ള മൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും ജലവും ലഭിക്കുന്നില്ല എന്നതാണ് കാരണമെങ്കിൽ അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കാൻ സർക്കാർ തയ്യാറാകണം. അക്രമകാരികളായ മൃഗങ്ങളെ കൊല ചെയ്യുന്നതിനുള്ള നിയമ സംവിധാനം രൂപപ്പെടുത്തണം. പ്രകോപനമില്ലാതെ ജീവിക്കുന്ന ജനം വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെടുമ്പോൾ ആളുകൾ പ്രതിഷേധിക്കുക സ്വാഭാവികമാണ്. അത്തരത്തിലുള്ള സമരങ്ങളെ അടിച്ചമർത്താൻ പരിശ്രമിക്കുന്നത് നാട്ടിൽ കലാപാന്തരീക്ഷം സൃഷ്ടിക്കും. ഇടുക്കിയിൽ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ പൊലിഞ്ഞത് 5 ജീവനുകളാണ്. 5 കുടുംബങ്ങളുടെ അത്താണികളാണ് നഷ്ടപ്പെട്ടു പോയത്. ആ കുടുംബങ്ങളുടെ ദുഃഖം സമാനതകളില്ലാത്തതാണ്. ഇനിയും ഒരാളുടെ പോലും ജീവൻ നാട്ടിൽ നഷ്ടപ്പെടാനിടയാവരുത്. അതിന് ഭരണകൂടം ക്രിയാത്മകമായി പ്രവർത്തിക്കണം. അതിന് സാധിക്കാതെ വന്നാൽ സാധാരണക്കാരായ ആളുകളുടെ പക്ഷം ചേർന്ന് ഇടുക്കിയിലെ ഒരു പൊതു സംവിധാനം എന്ന നിലയിൽ രൂപത സമരമുഖത്ത് സജീവമാകുമെന്നും രൂപതാ വക്താവ് ഫാദർ ജിൻസ് കാരക്കാട്ട് അറിയിച്ചു.